അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പഠിതാക്കളെ, ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സാന്ദർഭികമായിട്ട് ബഹുമാന്യനായ നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്തായിരുന്ന PA മുഹമ്മദ് ബാഖവി ഉസ്താദിൻ്റെ മരണം ഇന്നലെ വൈകുന്നേരം നമ്മൾ കേട്ടത്. അദ്ദേഹത്തിൻ്റെ മർമ്മടൽ ചടങ്ങുമൊക്കെ ഇന്ന് രാവിലെ നടക്കുന്നു. പരമാവധി ആളുകൾ സാധിക്കുന്നവരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അല്ലാത്തവർ മയ്യിത്ത് നിസ്കാരം മറ്റു കർമ്മങ്ങൾ പോലുള്ളതൊക്കെ ചെയ്യണമെന്ന് സാന്ദർഭികമായി അദ്ദേഹത്തോടുള്ളൊരു കടപ്പാട് എന്നുള്ള നിലക്ക് നിങ്ങളോട് ഈ സമയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾക്കിനി 21-ാം പേജാണ് ഇനിയിപ്പം എടുക്കാൻ പോകുന്നത്. ഇൽമിൻ്റെ ഫളീലത്താണ് നമ്മൾ പറയണത്. മഹ്മൂദായ ഇൽമും മദ്മൂമായ ഇൽമും, ഇത് രണ്ടുമാണ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 21-ാം പേജിൻ്റെ തുടക്കത്തിൽ യഅലം അന്ന ദർജാത്തിൽ ഉലൂം ബിഖദ്രി ഖുർബിഹ മിൻ ഇൽമിൽ ആഖിറ വബുഅദിഹ. ഇൽമിൻ്റെ മെറിറ്റ് കണക്കാക്കുന്നത്, നമ്മൾ ഇൽമുകൾക്ക് നമ്മൾ ഒരു കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഇൽമും ഇന്ന സ്ഥാനത്ത് എന്ന് പറയാൻ പറ്റുമല്ലോ. അത് കണക്കാക്കാനുള്ള മാനദണ്ഡം ഉഖ്റവിയായ ഇൽമുമായിട്ടുള്ള അതിൻ്റെ ബന്ധം, അതിൻ്റെ അടുപ്പം, അതിൻ്റെ അകൽച്ച, ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉഖ്റവിയായ ഇൽമിനോടുള്ള ബന്ധം പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഇൽമിൻ്റെ മെറിറ്റ് കണക്കാക്കുക. ഉഖ്റവിയായ ഇൽമുമായി കൂടുതൽ ബന്ധമുണ്ടാകുമ്പോൾ അതിന് കൂടുതൽ ഫളീലത്തുണ്ടാകും, അല്ലാത്തതിന് ഫളീലത്ത് കുറയും. അപ്പോൾ ഫക്കമാന ഉലൂമ ശർഇയ്യാത്ത് തഫ്ളുലു അലാ ഗൈരിഹാ മിനൽ ഉലൂം. ഇപ്പോൾ ശർഇയ്യായ ഇൽമുകൾ മറ്റേത് ഇൽമുകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമുള്ളതാണല്ലോ. ശർഇയ്യായ ഇൽമുകൾ മറ്റേത് ഇൽമിനേക്കാളും ശ്രേഷ്ഠമുള്ളതാണ് എന്നതുപോലെ ശർഇൻ്റെ ഹഖായിഖുകളുമായി ബന്ധപ്പെട്ട ഇൽമ് ലാഹിറുൽ അഹ്കാമുമായി ബന്ധപ്പെട്ട ഇൽമിനേക്കാളും അഫ്ളലായിരിക്കും. നമ്മൾ ശർഇയ്യായ ഇൽമിനെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് നിലക്ക് വരും. ഒന്നിപ്പോൾ ലാഹിരിയായ അഹ്കാം. ഇപ്പോൾ നമ്മൾ നിസ്കാരത്തെക്കുറിച്ചാണെങ്കിൽ നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബാത്തിലാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാത്തിലാകുന്ന കാര്യം ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. മറ്റ് ഷർത്ത്, ഫർള്, അർക്കാൻ എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞാൽ നിസ്കാരം സ്വഹിയാവും. അതൊരു ലാഹിരിയായ ഹുക്കുമാണ്. എന്നാൽ ഹഖായിഖു ശർഇയ്യാത്ത്, ശർഇൻ്റെ ഹഖീഖത്ത്, അതിൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യങ്ങൾ, അത് മറ്റൊന്നാണ്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ എല്ലാ ലാഹിരിയായ കാര്യങ്ങളും റെഡിയാണ്, അതുകൊണ്ടിപ്പം പടച്ചോനത് സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് മറ്റൊരു കാര്യമാണല്ലോ. ആ അമല് മഖ്ബൂലാണോ അല്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ അത് നമ്മുടെ ലാഹിരിയായ ശർഇൻ്റെ ഇൽമു കൊണ്ട് കിട്ടുന്ന ഒന്നല്ല. അത് ബാത്തിനിയായ ഒരു അറിവാണ്, ഹഖായിഖുൽ ഉമൂർ സംബന്ധിച്ച അറിവാണ്. അപ്പോൾ ഹഖായിഖ് അറിയുന്ന ഇൽമ് എപ്പോഴും ലാഹിറായ അഹ്കാമിനേക്കാളും അഫ്ളലായിരിക്കും. സാധാരണ ഒരു ഫഖീഹ് യഹ്കുമു അല ലാഹിരി ബിസ്സഹത്തി വൽ ഫസാദി. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞതാണ്. ഒരു ഫഖീഹ് എന്ത് ചെയ്യും, ഒരു മൗലിയാർ എന്ത് ചെയ്യും, ഒരു ഹുക്കുമ്, ഒരു ഇബാദത്ത് സ്വഹീഹാണ് അല്ലെങ്കിൽ ഫാസിദാണെന്നൊക്കെ പറയാൻ പറ്റും. എന്നാൽ അതിനപ്പുറത്ത് മറ്റൊരു ഇൽമുണ്ട്. ആ ഇൽമുകൊണ്ട് ഇത് മഖ്ബൂലാണോ മർദൂദാണോ അറിയാൻ പറ്റും. വറഅഹു ഇൽമുൻ യുറഫു ബിഹി കൗനുൽ ഇബാദത്തി മഖ്ബൂലത്തൻ ഔ മർദൂദത്തൻ. അത് നമുക്ക് ലാഹിരിയ ഇൽമുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അത് വദാലിക മിൻ ഉലൂമി സൂഫിയ. അതാണ് ഈ സൂഫിയാക്കളെ അറിവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് ഇൽമുകൾ ഒരുമിച്ച് കൂട്ടുക എന്നത് വളരെ പ്രധാനമാണ്. ഒരർത്ഥത്തിൽ ഇതാണ് ഒരു തരം സമന്വയം എന്ന് പറഞ്ഞത്. നമ്മളിന്ന് സമന്വയം എന്ന് മതബോധിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ സമന്വയം എന്ന് പറയാറുണ്ട്. സമന്വയമല്ല എന്നല്ല പറയുന്നത്, സമന്വയമാണ്. പക്ഷേ മറ്റൊരു തലത്തിലുള്ള സമന്വയം എന്ന് പറയുന്നത് ഹഖായിഖും ലവാഹിറും, അത് രണ്ടും ഒരുമിച്ച് കൂടുന്ന സമന്വയം. ആ സമന്വയം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് കുറേ കാലമായി. വൽ ഉലമാഉൽ മശ്ഹൂറൂന الذين اتخذ الناس مذاهبهم واقتدوا بهم كانوا قد جمعوا بين علم الفقه وعلوم الحقائق والعمل بها. നമ്മളിന്ന് പിൻപറ്റുന്ന മദാഹിബിൻ്റെ ഒക്കെ ഉലമാക്കൾ, നമ്മൾ മുഖ്തദാബിഹിമായി കാണുന്ന പൂർവ്വകാല പണ്ഡിതന്മാർ, അവരൊക്കെ ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടിയവരായിരുന്നു. അവർക്ക് ഫിഖ് അറിയാം, ഉലൂമുൽ ഹഖായിഖും അറിയാം. പിൽക്കാലത്ത് സംഭവിക്കുന്ന പ്രശ്നം ലാഹിരിയ ഇൽമ മാത്രം എല്ലാവരും പഠിക്കുന്നു, ബാത്തിനെക്കുറിച്ച് നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതാണ്. അത് സൂഫിയാക്കളുടെ ഇൽമാണ്.
അപ്പം ഇപ്പം വൈന്നമായ ഉറഫുദാലിക്ക അത് മനസ്സിലാക്കൽ എങ്ങനെയാണ്? അത് ബിൽ കശ്ഫി അൻ അഹ്വാലിഹിം വനഖലി അഖ്വാലിഹിം, അത് അത്തരം ആളുകളുടെ അവസ്ഥകൾ നമ്മളൊന്ന് പഠിക്കുക, അവരുടെ വാക്കുകളൊക്കെ ഒന്ന് ഉദ്ധരിക്കുക. മുൻകാല പണ്ഡിതന്മാരുടെ അവർ പറഞ്ഞ ആപ്തവാക്യങ്ങളുണ്ടാകും, അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ വാക്കുകളുണ്ടാകും, ഓരോ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ പറഞ്ഞ ഓരോ വിഷയങ്ങളുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അവർ കേവലം നമ്മളെ ഭാഷ പറഞ്ഞ മൂല്യന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ അതേപോലെ ആയിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വലിയ ഒരു മൂല്യർ, ഞാൻ ഈ മൊത്തം മൂല്യന്മാരെ കുറ്റം പറയണമെന്ന് വിചാരിക്കരുത്, ചില യാഥാർത്ഥ്യങ്ങൾ പറയാണ്. പിന്നെ നമ്മളിപ്പോൾ മൂല്യന്മാർ എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരൊക്കെ എന്താണ്, ഒരു പക്ഷേ ഭയങ്കര വിവരം ഉണ്ടാവും, വിവരത്തിൻ്റെ അങ്ങേയറ്റത്ത് വരെ എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഒരർത്ഥത്തിൽ ഇൽമുൽ ബാത്തിനിലേക്ക് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ലാഹിരിയായ കർമ്മങ്ങൾ പോലും വളരെ അപകടത്തിലായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരീക്ഷ എഴുതി പാസ്സാകുന്ന അറിവ് എന്നതിലപ്പുറം ഇങ്ങനെയുള്ള കുറേ ബാത്തിനിയായ കാര്യങ്ങൾ ഉള്ളറിയുക എന്ന് നമ്മൾ പശ്ചാത്തലത്ത് പറഞ്ഞാൽ ഉള്ളറിയുക എന്ന് പറയുമല്ലോ, ആ ഉള്ളറിവ് എന്നൊരു സംഗതി ഉണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനമാണ്, രണ്ടും ഒരുമിച്ച് കൂട്ടിയിരിക്കണം. ഇപ്പം 5 ഇമാമുകൾ അഷ്ശാഫിഈ വ മാലിക്കുൻ വ അബൂ ഹനീഫത്ത വ അഹ്മദ് ബിൻ ഹംബൽ വ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹിം 5 മദ്ഹബിൻ്റെ ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ 4 മദ്ഹബാണ് ലോകത്തുനിന്ന് പ്രചാരത്തിലുള്ളത്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു സ്വന്തം ഒരു മദ്ഹബാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മദ്ഹബ് ലോകത്ത് ക്രോഡീകരിക്കപ്പെടാത്തത് കൊണ്ട്, മറ്റ് മദ്ഹബ് ക്രോഡീകരിക്കപ്പെട്ട പോലെ ക്രോഡീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് അത് നമ്മൾ മദ്ഹബിൻ്റെ കൂട്ടത്തിൽ എണ്ണാത്തത്. ഏതായാലാവട്ടെ, ഈ 5 പേർ ഇവരൊക്കെ ഓരോരുത്തരും ആബിദാണ്, സാഹിദാണ്, ആലിമൻ ഫി ഉലൂമിൽ ആഖിറ കമാ കാന ആലിമൻ ബി ഉലൂമിൽ ഫിഖ്ഹിൽ ലാഹിർ വകാനു യുരീദൂന ബി ജമീഇ ഉലൂമിഹിം വജ്ഹ അല്ലാഹി തആല. നോക്കൂ, 5 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. മുൻകാല ആലിമ്യങ്ങൾക്കുണ്ടായിരുന്ന 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുക എന്നതാണ് ഒരു ആലിമിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ ആബിദാവണം, അയാൾ വലിയ ആലിമായ മാത്രം പോരാ, ആബിദാവണം, നല്ലവണ്ണം ഇബാദത്ത് ഇറക്കുന്ന ആളാവണം. വസാഹിദൻ, പ്രപഞ്ചത്തോട് പരിത്യാഗമുള്ളയാളായിരിക്കണം, ദുന്യാവിനോട് പരിത്യാഗമുണ്ടാവുക, സുഹുദ് എന്ന സംഗതി. മറ്റൊന്ന് ആലിമൻ ഫി ഉലൂമിൽ ആഖിറ, ഉലൂമുൽ ആഖിറത്തിൽ ആലിമായിരിക്കണം. കമാക്കാന ആലിമൻ ബി ഉലൂമിൽ ഫിഖ്ഹിൽ ലാഹിർ, ലാഹിറായ ഫിഖ് അറിയുന്ന പോലെ തന്നെ. അപ്പോൾ അത് രണ്ടും വേണം. നമ്മൾ പ്രത്യക്ഷ ഫിഖ്ഹിൽ അയാൾ വലിയ വിവരമുള്ളയാളാണ് എന്നിരിക്കെ തന്നെ ഇൽമുൽ ആഖിറ എന്ന സംഗതി, ഞാൻ നേരത്തെ പറഞ്ഞതിനുള്ള ഉള്ളറിവ് എന്ന സംഗതി അതുണ്ടായിരിക്കണം. പിന്നെയോ വക്കാനു യുരീദൂന ബി ജമീഇ ഉലൂമിഹിം വജ്ഹല്ലാഹ്, എല്ലാ ഇൽമു കൊണ്ടും വജ്ഹുല്ലാഹി മാത്രം അവർ ഉദ്ദേശിക്കുന്നു, വേറൊരു ലക്ഷ്യമില്ല. ഒരു അറിവ് സമ്പാദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അറിവ് സമ്പാദനം എന്ന് പറയുന്നത് വിവിധ ലക്ഷ്യങ്ങളായിട്ട് ഇന്ന് മാറി. അറിവ് സമ്പാദിക്കണമെന്തിനാ? നല്ലൊരു ജോലി നേടാൻ, ആൾക്കാരുടെ പ്രസിദ്ധി ഉണ്ടാവാൻ, അല്ലെങ്കിൽ പിന്നെന്താണ് ജഹല് നീങ്ങാൻ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ആൾക്കാരൊക്കെ വിവരം ഉണ്ടാകുമ്പം ഞാനൊരു വിവരമില്ലാത്തവനായാൽ എന്തിനെന്നെ പറ്റുക, ഇങ്ങനെയൊക്കെ പലതും നമ്മൾ പറയും. ഇതൊക്കെ ലക്ഷ്യമായിരിക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏതൊരു സംഗതിയും അത് വിശിഷ്യ ഇൽമഭ്യസിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടി എന്നുള്ളതായിത്തീരണം. നോക്കൂ, ഈ 5 കാര്യങ്ങൾ ഫഹാദിഹി ഖംസു ഖിസാലിൻ ഇത്തബഅഹും ഫിഹാ ഫുഖഹാഉൽ അസ്ർ മിൻ ജുംലത്തിഹാ ഖസ്ലത്തുൻ വാഹിദ. എത്ര പ്രാധാന്യത്തിനോട് പറഞ്ഞു നോക്കണം. ഈ 5 കാര്യങ്ങളിൽ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഇതിൽ ഒരു വിഷയത്തിൽ മാത്രമാണ് അവരോട് പിൻപറ്റുന്നത്. ഈ മുൻഗാമികളായ നമ്മൾ ഈ പറഞ്ഞ 4 മദ്ഹബിൻ്റെ ഇമാമുകൾ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു, 5 ആളുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഇമാം ഗസാലി തങ്ങൾ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ 5 പേർക്കുണ്ടായിരുന്ന 5 സ്വഭാവവിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു. അവർ ആബിദാണ്, ജാഹിദാണ്, ഇൽമുൽ ആഖിറയുണ്ട്, ഇൽമുൽ ഫിഖ്ഹുണ്ട്, വജ്ഹുല്ലാഹിക്ക് മാത്രം ചെയ്യുക എന്ന സ്വഭാവമുണ്ട്. പക്ഷേ ഇവരോട് പിൻപറ്റുന്നു എന്ന് പറയുന്ന പിൽക്കാല പണ്ഡിതന്മാർ അവർ ഇതിലാകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതേതാ? അന്നശ്റു വൽ മുബാലഗത്തു ഫി തഫാരിഉൽ ഫിഖ്ഹ്, ഫിഖ്ഹിൻ്റെ ഫുറൂഇയായ കാര്യങ്ങളിൽ വളരെ ഓവറായിട്ട് പറയുക. ഇൽമ് പ്രചരിപ്പിക്കുന്നു, എമ്പാടും നല്ലവണ്ണം പഠിക്കുന്നു. ഈ ലാഹിരിയായ ഫിഖ്ഹിൻ്റെ അറിവ് അതിൽ വളരെ ഉഷാറാണ്. ഈ ഒരു കാര്യം മാത്രം. ഇബാദത്ത് കുറയുന്നു, സുഹുദ് കുറയുന്നു, ഇൽമുൽ ആഖിറിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, വജ്ഹുല്ലാഹിക്ക് വേണ്ടി കാര്യം ചെയ്യുക എന്നുള്ളതും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒഴിവാക്കപ്പെട്ട 4 കാര്യങ്ങൾ, പൊതുവെ നമ്മളിന്ന് പറയുന്ന മൂല്യന്മാരെന്ന് പറഞ്ഞ സമൂഹത്തിന് ഇല്ലാതായ 4 കാര്യങ്ങൾ ഇത് ആഖിറത്തിന് വേണ്ടി മാത്രം നടക്കണതാണ്. എന്നാൽ മറ്റേ ഒരു കാര്യം ദുന്യാവിനും ആക്കാം, ആഖിറത്തിനും ആക്കാം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ആധുനിക ആളുകൾക്കുള്ള സ്വഭാവം, അഥവാ
നല്ലവണ്ണം പഠിക്കുന്നു. ഇൽമുൽ ലാഹിറ, ഇൽമുൽ ഫിഖ്ഹുൽ ലാഹിറ അവർക്കുണ്ട്. അത് ദുന്യാവിലും ഉപകാരപ്പെടും ആഖിറത്തിലും ഉപകാരപ്പെടും എന്നതിൽക്കാണെങ്കിൽ. എന്നാൽ മറ്റേ 4 കാര്യങ്ങൾ ആഖിറത്തിലേക്ക് മാത്രം ഉപകാരപ്പെടുന്നത്, ദുന്യാവിൽ ഉപകാരപ്പെടില്ല. ഒരാൾ ഇബാദത്തുണ്ട്, സുഹുദുണ്ട്, ദുന്യാവിൽ എന്താ കാര്യം? ദുന്യാവിലാവുകൊണ്ട് പ്രയാസമല്ലേ ഉള്ളത്. ഒരാൾക്ക് ഇൽമുൽ ആഖിറയുണ്ട്, അഥവാ ഇൽമുൽ ബാത്തിനുണ്ട്. ദുന്യാവ് ഒരു കാര്യം കിട്ടാനില്ല. വജ്ഹുല്ലാഹിക്ക് വേണ്ടി മാത്രം കാര്യം ചെയ്യുന്നു. ദുന്യാവിലൊന്നും കിട്ടാനില്ല. ആഖിറത്തേക്ക് മാത്രം കാര്യമുള്ളതാണ് 4 കാര്യം. എന്നാൽ മറ്റേത് ദുന്യാവിൽ കാര്യം ഉണ്ടാവും, ആഖിറത്തിലും കാര്യം ഉണ്ടാവും. അപ്പോൾ ഈ ദുന്യാവിലും ആഖിറത്തിലും കാര്യമുള്ള ഈ ഒരു കാര്യം മാത്രമാണ് പൊതുവെ പണ്ഡിതന്മാർക്കുള്ളത്. യഥാർത്ഥത്തിൽ നാം പിൻപറ്റപ്പെടേണ്ട ആളുകൾ, നമ്മുടെ മാതൃകായോഗ്യരെന്ന് പറയുന്ന അയിമ്മത്ത്, അവർ ഈ 5 കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയവരാണ്. അപ്പം ആ മേഖലയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഇനി പറഞ്ഞത് വനഹ്നു നൂരിദു മിൻ അഹ്വാലിഹിം മാ യദുല്ലു അലാ ഹാദിഹിൽ ഖിസാലിൽ അർബഅ. ഈ 4 കാര്യത്തിൻ്റെ മേൽ അറിയിക്കുന്ന കുറച്ച് സംഭവങ്ങൾ പറയാണ്. അതായത് നമുക്കില്ലാത്ത, ആധുനിക പണ്ഡിതന്മാർ എന്ന് പറയുന്ന നമുക്കില്ലാത്ത 4 കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഈ 4 കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറയണം. ഇമാം ഷാഫി തങ്ങളെ കൂടുതൽ പറയുകയാണ്. നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരാണ്, ഗസാലി ഇമാം ഷാഫി മദ്ഹബുകാരാണ്. അതുകൊണ്ട് ഇമാം ഷാഫി തങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് വളരെ കുറച്ച് മാത്രം പറയുകയും ചെയ്യും. ഇവിടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നോക്കുക, ഫയദുല്ലു അലാക, അദ്ദേഹം ആബിദ എന്നുള്ളതിൻ്റെ തെളിവെന്താ? അദ്ദേഹം വലിയ ആബിദല്ലേ? എന്താ? അദ്ദേഹം രാത്രിയെ 3 ഭാഗമാക്കും. കാന യഖ്സിമു ലൈല 3 അജ്സാ, സുലുസുൽ ഇൽമി വസുലുസുൽ ലിസ്സലാഹ് വസുലുസുൽ ലിന്നൗം. രാത്രിയെ 3 ഭാഗമാക്കുകയാണ്. ഒരു ഭാഗം ഇൽമിന് വേണ്ടിയാണ്. രാത്രി ഒരു ഭാഗം, 1/3 ഭാഗം പൂർണ്ണമായും അറിവ് സമ്പാദനത്തിന് വേണ്ടി, ഗവേഷണത്തിന് വേണ്ടി, മനനം ചെയ്യാൻ വേണ്ടി, ഇസ്തിംബാത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുകയാണ്. 3 ഭാഗം നിസ്കാരത്തിന് വേണ്ടിയാണ്. 1/3 ഭാഗം ഉറങ്ങാൻ വേണ്ടിയാണ്. നോക്കൂ, ഒരു രാത്രിയുടെ 1/3 ഭാഗമാണ് ഇമാം ഷാഫി തങ്ങൾ ഉറങ്ങുന്നത്. 1/3 ഭാഗം നിസ്കാരത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. 1/3 ഭാഗം അറിവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഇതൊരു ആബിദായ മനുഷ്യന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. നമ്മുടെ രാത്രിയെ നമ്മൾ എങ്ങനെ ഭാഗിച്ചാലും കൂടുതൽ ഭാഗം ഉറക്കായിരിക്കും. അതല്ലെങ്കിൽ കൂടുതൽ കാര്യം വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനെ വല്ല കാര്യങ്ങളോ കാരണം. അവിടെയാണ് നാം ഇബാദത്തിൽ നമുക്ക് ചുരുക്കം സംഭവിക്കുന്നു എന്ന് പറയുന്നത്. ഇമാം റബീഅ റളിയല്ലാഹു അൻഹു ഖാല റബീ എന്നവർ പറയുന്നുണ്ട്, കാന ശാഫിഈ റഹിമഹുല്ലാഹു തആല നോക്കൂ, യഖ്തിമുൽ ഖുർആന ഫീ റമളാന 60 മറ. റമളാനിൽ 60 തവണ ഇമാം ഷാഫി തങ്ങൾ ഖത്മ് തീർക്കാറുണ്ട്. ഇത് മുഴുവൻ നിസ്കാരത്തിലാണ്. 60 ഖത്മ് തീർക്കും റമളാനിൽ. അപ്പോൾ ഒരു ദിവസം 2 ഖത്മ്. അവിടെ ഇപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, എങ്ങനെ പോലീസ് 2 ഖത്മ് തീരുക എന്നൊക്കെ. അത് കറാമത്തുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ഒന്നാണ്. അവർക്ക് സമയം കൂടുതൽ കാര്യത്തിന് ചിലവഴിക്കാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയുള്ളത്, നമ്മൾ ചിലപ്പോൾ രാവിലെയൊക്കെ ചില വർക്കൊക്കെ ചെയ്താൽ കുറേ സംഗതി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് അത്ഭുതപ്പെടുമോ, ആകെ ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഞാൻ എത്രയൊക്കെ വർക്ക് ചെയ്തല്ലോ. ഇങ്ങനെയൊക്കെ അത് ആ സമയത്തിൻ്റെ ബർക്കത്താണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അള്ളാഹുമായിട്ട് അടുത്ത ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അതങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിലാവട്ടെ 60 തവണ ഖത്മ് തീർക്കുമായിരുന്നു. ഇമാം ഷാഫി തങ്ങൾ അസ്ഹാബിൽപ്പെട്ട പ്രമുഖനാണ്. ഇമാം ബുവൈത്തി ഷാഫി അസ്ഹാബിൽപ്പെട്ട പ്രമുഖനാണ്. വക്കാനൽ ബുവൈത്തി അഹദു അസ്ഹാബിഹി യഖ്തിമുൽ ഖുർആന ഫീ കുല്ലി ലൈലത്തിൻ മറ. ഒരു രാത്രി 1 തവണ ഖത്മ് തീർക്കുമായിരുന്നു. ഇമാം ഷാഫി തങ്ങൾ ഒരു ദിവസം 2 തവണ ഖത്മ് തീർക്കുന്നുണ്ട് റമളാനിലോ. ഇമാം ബുവൈത്തിയോ ഒരു ദിവസം 1 തവണ ഖത്മ് തീർക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഇബാദത്തിൻ്റെ ഇത് നിങ്ങൾ നോക്കൂ. എന്നാൽ നമ്മുടെ നാട്ടിലെ അവരുടെയൊക്കെ കാലശേഷം വന്ന പണ്ഡിതന്മാർ ഇത്തരം കാര്യത്തിൽ വളരെ കുറവാണ്. അതുപോലെ ഹുസൈനുൽ കറാബീസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും വിചാരിക്കണേ, ഞാൻ ഫുള്ളായിട്ട് വായിക്കണില്ല. വഖാദൽ ഹുസൈനുൽ കറാബീസി റഹ്മഹുല്ലാ ബിത്തു മഅ ശാഫിഈ റളിയല്ലാഹു അൻഹു ഗൈറ മറ. 1-ലധികം തവണ ഞാൻ ഇമാം ഷാഫി തങ്ങളെ കൂടെ അന്തി ഉറങ്ങിയിട്ടുണ്ട്. രാത്രി ബിത്തു, ബാത്തയ ബിത്തുൻ്റെ വഹദാ മുത്തകല്ലിമാണ്. ബിത്തു, ഞാൻ രാപ്പാർത്തിരുന്നു മഅ ശാഫിഈ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ 1-ലധികം തവണ രാപ്പാർത്തിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, അപ്പം രാത്രി കൂടെ താമസിക്കുമ്പോൾ ഒരു മനുഷ്യൻ രാത്രി എങ്ങനെയാണെന്നുള്ളത് ബോധ്യപ്പെടുമല്ലോ. അദ്ദേഹം പറയാണ്, ഹുസൈനുൽ കറാബിസി പറയാണ്, ഫക്കാന യുസല്ലി നഹ്വൻ മിൻ സുലുസിൽ ലൈൽ. രാത്രിയുടെ 1/3 ഭാഗത്തോളം അദ്ദേഹം നിസ്കരിക്കുമായിരുന്നു. നേരത്തെ ഈ വിഷയം പറഞ്ഞു, 1/3 ഭാഗം നിസ്കരിക്കുമെന്ന്. ഏകദേശം രാത്രി 1/3 ഭാഗം അത് നിസ്കാരത്തിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ എങ്ങനത്തെ നിസ്കാരം? ഫമാ റഅയ്തുഹു യസീദു അലാ 50 ആയ, 50 ആയത്തിനേക്കാൾ അദ്ദേഹം കൂട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല.
ഈ രാത്രി നിസ്കരിക്കുമ്പം ഒരു റക്കായത്തിൽ ഓതുന്നത് 50 ആയത്തായിരിക്കും, അതിലധികം ഓതൂല. നമ്മൾ നിസ്കരിക്കണ മാതിരി ഒരു കുല്ലുവല്ലാഹു ഓതി ഒപ്പിക്കണ പരിപാടിയല്ല ഈ പറയുന്നത്. ഈ ഒരു 50 ആയത്തോതും. ഈ ചിലപ്പോൾ ഫൈദ അക്സറ ഫമിയത്തൻ, അദ്ദേഹം അതിൽ കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 100 വരെയൊക്കെ ചിലപ്പോൾ ആവും. എങ്ങനെയാണ് ആ ഓത്ത്? ലായമുറോല ആയത്ത് റഹ്മത്തിൻ്റെ ആയത്തിൻ്റെ അരികിലൂടെ നടന്നു പോകൂല. ഇല്ലാ സഅലല്ലാഹു തആല നഫ്സിഹി വലി ജമീൽ മുഅ്മിനീൻ. ഒരു റഹ്മത്തിൻ്റെ ആയത്ത് ഓതുമ്പോൾ, ഇപ്പോൾ ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ എന്ന് ഓതുമ്പോൾ തനിക്ക് വേണ്ടി റഹ്മത്ത് ചോദിക്കും, മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി റഹ്മത്ത് ചോദിക്കും. ഒരു അദാബിൻ്റെ ആയത്തിൻ്റെ അടുക്കിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവർക്കും വേണ്ടിയും അദ്ദേഹം ഒരു അദാബിനെ തൊട്ട് കാവലിനെ തോറും. അള്ളാഹുവിനോട് സ്വന്തത്തിന് വേണ്ടിയും മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും രക്ഷയെ ചോദിക്കും. എന്താ രക്ഷയെ ചോദിക്കും? നോക്കൂ, ഇവരുടെയൊക്കെ ഒരു സാമൂഹ്യ ബോധം. നമ്മളിപ്പം നമ്മളെക്കുറിച്ച് മാത്രം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിക്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ റഹ്മതിക് പോലെ സ്വന്തം നമ്മൾ ചോദിക്കും. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യൂല. എന്നെപ്പോലെയാണ് ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങളും എന്ന ചിന്ത കൂടി ഇവിടെ അവർക്ക് ആ സമയത്ത് വരികയാണ്. അപ്പം 50 ആയത്ത് ഓതുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ നമ്മൾ ഖുൽഹുവല്ലാഹു നിസ്കരിക്കരുതെന്ന് പറഞ്ഞു. കാരണം അത് നമ്മളെക്കാളും കൂടുതൽ ആണെന്ന് വിചാരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ കൂടുതൽ സമയം രാത്രി നിന്ന് നിസ്കരിക്കുന്നവർ ഖത്മുകളൊക്കെ എമ്പാടും തീർക്കും. ചിലപ്പം ഇമാം ഷാഫി തങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. വളരെ സാവധാനത്തിൽ ഓതിയിട്ട് 50 ആയത്ത് മാത്രമൊക്കെ ഓതും. പക്ഷേ ആ ഓത്ത് എങ്ങനെയാണ്? അത് ഓരോന്നും ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് റഹ്മത്തിൻ്റെ ആയത്ത് ഓതുമ്പോൾ റഹ്മത്ത് ചോദിച്ച്, അദാബിൻ്റെ ആയത്ത് ഓതുമ്പോൾ അദാബിനെ നിന്ന് കാവലിനെ തേടി, ഇങ്ങനെയാണ് ഓതുക. സാന്ദർഭികമായിട്ട് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കേവലം അങ്ങനെ ഓതിപ്പോവുക എന്നുള്ളതിലപ്പുറം തദബ്ബുറുൽ മഅനയോട് കൂടി മഅന ആലോചിച്ചുകൊണ്ട് ഓതുക, ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ഓതുക. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് ഒക്കെ ഓതുന്ന ആയത്തുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ റഹ്മത്തിനെ ചോദിക്കണം. അദാബിനെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ഭീകരമായ പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ പറയും. അതിൽ നിന്നൊക്കെ കാവലിനെ തേടണം. അപ്പോൾ അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഫോളോ ചെയ്ത് ഓതുന്നവർക്കാണ് അത് സാധ്യമാവുക. ഇങ്ങനെയായിരുന്നു ഇമാം ഷാഫി തങ്ങൾ ഓതിയിരുന്നത്. പറയുന്നത് വഖ്തിസാറുഹു വലാ 50 ആയ 50 ആയത്തിൻ്റെ മേൽ മാത്രം അദ്ദേഹം ചുരുക്കുന്നത് യദുല്ലു അലാ തബഹുരിഹി ഫി അസ്റാറിൽ ഖുർആൻ, ഖുർആൻ്റെ സിറുകളിൽ അദ്ദേഹം സമുദ്ര സമാനമാണ് എന്നതിൻ്റെ തെളിവാണ്. അസ്റാറുൽ ഖുർആൻ കേവലം ഉപരിപ്ലവമായ അർത്ഥങ്ങൾക്കപ്പുറം. കാരണം അദ്ദേഹം 50 ആയത്ത് ഓതാൻ സമയം കുറയാകും. കാരണം ഓരോ ആയത്ത് ഓതുമ്പോഴും അതിൻ്റെ അസ്റാറുകളിലേക്ക്, അതിൻ്റെ ആന്തരാർത്ഥങ്ങൾ സമുദ്ര സമാനമായ ആന്തരാർത്ഥങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിക്കൊണ്ടാണ് ഇമാം ഷാഫി തങ്ങൾ അത് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇമാം ഷാഫി തങ്ങൾ ഓതുന്നത് എന്ന് ഹുസൈനുൽ ഖറാബീസി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒന്നിലധികം തവണ വിരുന്നുകാരനായി അതിഥിയായി കൂടിക്കൊടുത്ത ഹുസൈൻ ഖറാബീസി റളിയല്ലാഹു അൻഹു പറയണം. അതുപോലെ ഇമാം ഷാഫി തങ്ങൾ തന്നെ പറഞ്ഞ കാര്യം, ഇമാം ഷാഫി തങ്ങൾ തന്നെ പറയാണ്, മാ ശബിഅതു മുൻദു 16 സന, 16 കൊല്ലമായി ഞാൻ വയറ് നിറച്ചിട്ടില്ല. ഇത് സുഹൂദിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മളെ ഇബാദത്തിനെ കുറിച്ച് അതുവരെ പറഞ്ഞത്. ഇമാം ഷാഫി തങ്ങളെ ഇബാദത്തിനെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞത്. ഇനി സുഹൂദിനെക്കുറിച്ച് പറയാണ്. സുഹൂദ് പ്രപഞ്ച പരിത്യാഗമാണ്, ദുന്യാവിൻ്റെ കാര്യത്തിലുള്ള പരിത്യാഗമാണ്. അത് വളരെ കുറച്ച് മതി, ഉള്ളത് മാത്രം മതി, അതിൻ്റെ അപ്പുറത്തൊന്നും വേണ്ട. വരുന്ന ദുന്യാവിനെ ഒഴിവാക്കുക എന്നാണ്. നോക്കൂ, 16 കൊല്ലമായി പള്ളർച്ചിട്ടില്ല. നമുക്കൊക്കെ പള്ളറിയാതെ ഒരു ദിവസം മുന്നോട്ട് പോകാൻ കഴിയുമോ? 16 വർഷം. കാരണം ജീവിതം നിലനിൽക്കാൻ ആവശ്യമുള്ള, ആരോഗ്യം നിലനിൽക്കാൻ ആവശ്യമുള്ള ഭക്ഷണം മാത്രം മതി എന്നുള്ള കാഴ്ചപ്പാടാണ്. എന്താണ് വയറ് നിറക്കാത്തതിൽ? യുസ്ഖലുൽ ബദൻ, അത് ശരീരത്തിന് ഭാരമുണ്ടാക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം അതാണ്. ശരീരം ഭാരം കൂടും. വയുഖ്സിൽ ഖൽബ, കൽബിനിക്കത് ഖസാവത്തുൽ ഖൽബ്, ഹൃദയ കഠോരത ഉണ്ടാക്കി തീർക്കും. ഹൃദയത്തിന് നൈർമല്യമാണ് ആവശ്യമുള്ളത്. നൈർമല്യമുള്ള ഹൃദയത്തിന് പകരം കഠോരമായ ഹൃദയം, ഗൗരവമായ ഹൃദയം ഉണ്ടാകും. വയുസീദുൽ ഫിത്തനത്ത, അത് ബുദ്ധി കൂർമ്മതയെ ഇല്ലാതെയാക്കും. സ്ഥിരമായി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവർക്ക് കൂടുതൽ ബുദ്ധി കൂർമ്മത ഉണ്ടാവില്ല. അത് ഉറക്കുണ്ടാക്കി തീർക്കും. യുജ്ലിബുൻ നൗമ വയുദീഫു സ്വഹിബഹു അനിൽ ഇബാദ, ഇബാദത്തിനെ തൊട്ട് അത് ഇബാദത്തിന് ബലഹീനതയുണ്ടാക്കും. ഈ പ്രശ്നങ്ങളൊക്കെ വയറ് നിറക്കുമുണ്ടാകുന്ന വിഷയങ്ങളാണ്. കാരണം ശരീരം കനം കൂടും, തൂക്കം കൂടും, ഹൃദയത്തിന് ഹൃദയ കഠോരത എന്ന സംഭവം വരും. മനുഷ്യന് ബുദ്ധികൂർമ്മത ഇല്ലാതെയാകും, എപ്പോഴും ഉറക്കു തൂക്കും. പിന്നെ വിഭാഗത്ത് ചെയ്യാനുള്ള ആവേശം ഉണ്ടാവില്ല. ഒരു സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവൻ്റെ പള്ളറിഞ്ഞിട്ടുണ്ടാവും, അവർ ക്ഷീണം ഒന്ന് കടുക്കട്ടെ എന്ന് വിചാരിക്കും. ഇതൊക്കെ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ്. അതുകൊണ്ട് ഞാൻ 16 കൊല്ലമായിട്ട്
ഇമാം ഷാഫി തങ്ങൾ പറയാം, ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതുപോലെ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, മാ ഹലഫ്തു ബില്ലാഹി തആല ലാ സാദിഖൻ വലാ കാദിബ, സത്യമായിട്ടോ കളവായിട്ടോ ഞാൻ അള്ളാഹുവിനെ ഇതുവരെ സത്യം ചെയ്തിട്ടില്ല. വല്ലാഹി എന്ന വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അത് സത്യമായിട്ടും പറഞ്ഞിട്ടില്ല, കളവായിട്ടും പറഞ്ഞിട്ടില്ല. കളവായിട്ട് പിന്നെ ഏതായാലും ഉണ്ടാവില്ല, പോട്ടെ. സത്യമായിട്ടും പറഞ്ഞിട്ടില്ല. വല്ലാഹി എന്ന് പറയുക അതൊരു വിഷയം കൂടിയാണ്. ഈ സത്യം ചെയ്യുക എന്നത് അത്ര മുന്തിയ കാര്യമല്ല. സത്യം ചെയ്യുന്നതിൻ്റെ ഹുക്കുമ്പ് തന്നെ കറാഹത്താണ്. നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട സാന്ദർഭിക ഒരു കാര്യം പറയാണ്. അങ്ങനെയൊക്കെ സത്യം ചെയ്യുക. കാരണം നമ്മളിങ്ങനെ ലാ തജഅലുല്ലാഹ ഉർളത്തല്ലി അയ്മാനിക്കും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ ഈ അള്ളാഹുവിനെ സത്യം ചെയ്യാനുള്ള ഒരു വസ്തുവാക്കി വെക്കരുത് എന്ന്. ആ പഠിച്ചോ എന്തിനാ നമുക്കിങ്ങനെ സത്യം ചെയ്യാൻ? അനങ്ങിയോടത്തൊക്കെ ഇങ്ങനെ വല്ലാഹി എന്ന് പറയണം. അങ്ങനെ നമുക്ക് സത്യം ചെയ്യാനുള്ളൊരു ഉപകരണമല്ല അള്ളാഹു തആല. അത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് അടിസ്ഥാനപരമായി ചെയ്യരുത്. പിന്നെ അതെന്തിനാണ്? അത് കോടതിയിൽ ചെയ്യേണ്ട കാര്യമാണ്. കോടതിയിൽ ചില കാര്യങ്ങൾ തെളിയിക്കാൻ ഖാദിൻ്റെ മുമ്പിൽ സത്യം ചെയ്യേണ്ടി വരും. അത് തെളിവിന് വേണ്ടിയാണ്. അപ്പോൾ ഖാദി പറയും സത്യം ചെയ്ത്, അപ്പോൾ സത്യം ചെയ്യുക. അപ്പോൾ ഖാദി പറയുമ്പോഴാണ് ചെയ്യണത്. നമ്മൾ സ്വന്തം ഓരോരുത്തരെയും സത്യം ചെയ്യിപ്പിക്കാനുള്ള അധികാരമൊന്നും നമുക്ക് ആർക്കുമില്ല. ആ പരമാവധി സത്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. പിന്നെ ഒരു കേസുണ്ട്, കോടതിയിലാണ്. അതിൻ്റെ തെളിവ്, അതിൻ്റെ വിസ്താരത്തിൻ്റെ അവസരത്തിൽ, അതിൻ്റെ തെളിവ് ശേഖരണത്തിൻ്റെ അവസരത്തിൽ ഖാദിയുടെ മുമ്പിൽ വെച്ച് ചെയ്യേണ്ടി വരും. അതൊരു ശറഈയായ സംഗതിയാണ്. അപ്പം കോടതിയുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നു മാത്രം. അല്ലാത്ത ഘട്ടത്തിൽ ചെയ്യരുത്. ഏതാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്? മാ ഹലഫ്തു ബില്ലാഹി ലാ സാദിഖൻ വലാ കാദിബ. നോക്കൂ, ഒരിക്കൽ സൂര്യാൻ മസ്അലത്തിൻ, ഒരു മസ്അലയെപ്പറ്റി ഇമാം ഷാഫി തങ്ങളോട് ചോദിച്ചു ആരോ. അപ്പം മൂപ്പരൊന്നും മിണ്ടില്ല. ചോദിച്ചിട്ടും മിണ്ടണില്ല. നമ്മളോടൊക്കെ ആരെങ്കിലും ചോദിച്ചു മുണ്ടാകുന്ന, മൂല്യർക്കൊന്നും കിട്ടൂല, അത് ഭയങ്കര സംഭവിക്കാരം വേറെ. അപ്പോൾ ആരോ ചോദിച്ചു, നിങ്ങളെന്താ മറുപടി തരാത്തത്? അലാ തുജീബ്, നിങ്ങൾ മറുപടി പറയുന്നില്ലേ? അപ്പോൾ ഇമാം ഷാഫി തങ്ങളെ മറുപടി നോക്കണം. ഹത്ത അലമ അന്നൽ ഫദ്ല ഫീ സുകൂതി ഔ ഫിൽ ജവാബ്, ഞാൻ മിണ്ടാതിരിക്കുന്നതിലാണോ മറുപടി പറയുന്നതിലാണോ ശ്രേഷ്ഠത എന്ന് ഞാൻ അറിയുന്നത് വരെ ഞാനൊന്നും മിണ്ടാതിരിക്കട്ടെ എന്ന്. എന്താ മൂപ്പര് മറുപടി പറയാത്തത്? മറുപടി കിട്ടാഞ്ഞിട്ടല്ല. പറയണോ പറയണ്ടേ? മറുപടി പറയലാണോ ഖൈറ്, പറയാതിരിക്കലാണോ ഖൈറ്? ഫദ്ൽ എന്തിലാണ്? അവിടെ താൻ മറുപടി പറഞ്ഞ് തൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ തൻ്റെ ഇൽമിൻ്റെ വലിപ്പം ആളുകൾക്കിടെ പിന്നെ പ്രകടിപ്പിക്കാൻ പറ്റുന്നൊരവസരമാണ്. ആ അവസരം പെട്ടെന്ന് ഉപയോഗിക്കുക എന്നുള്ളതല്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ സംസാരിക്കുന്നത് ഖൈറുള്ളിടത്ത് മാത്രമേ സംസാരിക്കുക, ഖൈറില്ലെങ്കിൽ മുണ്ടൂല. അപ്പോൾ ഇമാം ഷാഫി തങ്ങൾ ഒരാൾ ഒരു കാര്യം ചോദിച്ചപ്പോൾ ആലോചിക്കണം, എന്താണ് ഞാനിത് പറയുന്നതിൽ ഖൈറുണ്ടോ ഇല്ലേ എന്നാണ്. അപ്പോൾ അത് ആലോചിച്ചിട്ട് മൂപ്പർക്ക് മറുപടിയിലേക്ക് എത്തിയില്ല. അതാണ് മൂപ്പര് മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ള തിരക്കൊന്നുമല്ല. ഈ രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ജീവിച്ചത്. ഇനി തൽക്കാലം നിർത്താൻ ഒരു പേജ് കഴിഞ്ഞു. അപ്പം മുൻഗാമികളായ 5 ഉലമാവിനെ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ പറയുന്നിടത്ത് എല്ലാവർക്കുമുള്ള ആധുനിക കാലത്തെ ഉലമാവിനുമുള്ള ഒരു സ്വഭാവം ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിനപ്പുറം ആഖിറത്തിൽ മാത്രം ഉപകാരം ചെയ്യുന്ന 4 സ്വഭാവങ്ങൾ, അത് നാം പിൻപറ്റുന്ന മദ്ഹബിൻ്റെ ഇമാമുകളടക്കമുള്ള ഇമാമുകൾക്ക് അത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. അതുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫി തങ്ങളുടെ ഇൽമും ഇമാം ഷാഫി തങ്ങളുടെ ഇബാദത്തും സുഹുദുമാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞു വെച്ചത്. ബാക്കിയും കാര്യങ്ങൾ പറയേണ്ടത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.